സൃഷ്ടി മൂവീസിൻ്റെ നിവേദ്യം എന്ന ശ്രീ ഗുരുവായൂരപ്പൻ ആൽബത്തിൻ്റെ പ്രകാശന കർമ്മം ഇതാ ഈ വേദിയിൽ വെച്ച് ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ശശികുമാർ പുതിയടത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശശികുമാർ പുതിയടത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ശശിയേട്ടനാണ്. എന്നും ഗാനമേളയ്ക്ക് പോകുന്ന ആളാണ്. ഇന്നില്ല പാട്ട്. അപ്പോൾ ശശിയേട്ടൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് പൂരം നക്ഷത്രമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വരുമ്പോൾ തന്നെ ഒരു അർജുനൻ മാഷൊക്കെ വരുന്ന പോലെ ഉണ്ട് അല്ലേ? നമ്മുടെ കൊടുങ്ങല്ലൂക്കാരനായ പ്രിയങ്കരനായ ശശിയേട്ടൻ. അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഗാനരചയിതാവ് ശ്രീ ചിറ്റൂർ ഗോപി അവരുടെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചിറ്റൂർ ഗോപിയൊക്കെ ഗോപിയേട്ടൻ്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തളിരൊരു പൂവായ കാലം. ബാക്കി അദ്ദേഹം പാടിക്കോളും. അടുത്തതായി ഞാൻ ഭക്തകവി എന്ന് പറയാവുന്ന ഒരാളെ വിളിക്കുകയാണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്തൊക്കെ അങ്ങനെ പറയുമായിരുന്നു. നമ്മുടെ മേൽപ്പത്തൂരിനെ കുറിച്ചും പൂന്താനത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. രമേശൻ നായരൊക്കെ ഭക്തകവിയാണ്. ഈ കാലഘട്ടത്തിലെ ഭക്തകവി എന്ന് പറഞ്ഞാൽ അത് ഹരി ഏറ്റുമാനൂരാണ്. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ. ചോറ്റാനിക്കര അമ്മയുടെ 33 കോടി ആൾക്കാർ കേട്ട് കഴിഞ്ഞ് ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്കരനായ ഹരിയേട്ടനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രിയങ്കരനായ ഹരിയെ വിളിക്കുകയാണ്. ജീവാംശമായും ജീവനോടെയും നമ്മുടെ ഉള്ളിൽ എന്നും ഓലഞ്ഞാലിക്കുരുവി. അത് പറഞ്ഞാലേ അറിയുള്ളൂ. ഹരി നടന്നു പോകുമ്പോൾ എല്ലാവരും പറയും ദേ പോണോ ഓലഞ്ഞാലി എന്നാണ് പറയുക. പ്രിയങ്കരനായ ഹരിനാരായണനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയങ്കരനായ ഹരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഗീതം സംഗീതത്തിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധത്തെ ക്ഷണിക്കുന്നു. ഈ ആൽബത്തിൽ പാടിയ ഗായികമാർ ശശിയേട്ടൻ്റെ മകൾ ഗൗരി എസ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു ഗാനം ആലപിച്ച ഗായിക ഇന്ദുലേഖയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2 സീറ്റും മാറ്റിയിട്ടുള്ളോട്ടാ. ഇന്ദുലേഖയുടെ കാര്യം പിന്നെ ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അടുത്തതായി ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അതിലധികം സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് 2 മീറ്റിങ്ങിൽ ഒരുപോലെ പങ്കെടുക്കുന്ന 2 പേരെയാണ്. ഹരിയോടും ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, ആലിലത്താലിയുമായി നമ്മുടെ എന്താ പറയേണ്ടത്, ആയിൽ തന്നെ ഒരു 1000 പാട്ട് എടുക്കാം നമുക്ക് അല്ലേ? നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വയലാർ ശരചന്ദ്രവർമ്മയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1964 പാട്ട് പാടാൻ വേണ്ടി ചെന്നൈയിലേക്ക് വണ്ടി കയറുകയും ദേവരാജൻ മാസ്റ്ററുടെ ഓർക്കസ്ട്രയിൽ പാടി ഓ റിക്ഷാവാല എന്ന പാട്ട് പാടി ആ പാടാൻ ഉള്ള അവസരം വിനിയോഗിക്കുകയും പിന്നീട് ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി അലയുകയും തൻ്റെ വഴി അതല്ല സംഗീത സംവിധാനമായിരിക്കുമോ എന്ന ഉറച്ച ധാരണയോടെ സംഗീത സംവിധാന രംഗത്ത് നമുക്ക് ഒട്ടനവധി ഗാനങ്ങൾ നൽകുക മാത്രമല്ല വീണ്ടും താൻ ആഗ്രഹിച്ചതെന്തോ അത് തന്നെ തിരിച്ചു പിടിച്ച ഗാനാലാപന രംഗത്ത് 60 വർഷം പിന്നിട്ട കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗായകൻ, കൽപ്പാന്തകാലത്തോളം നിലനിൽക്കുന്ന പാട്ടുകളുടെ ശില്പി, പ്രിയങ്കരനായ ദേവലോകത്തെ പാട്ടുകാരനാണ് വിദ്യാധരൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 2 പരിപാടിയാണ് ഇവിടെ. വിദ്യാധരൻ മാസ്റ്റർ ഇപ്പോൾ നാം പ്രകാശനം ചെയ്യാൻ പോകുന്ന CD-യുടെ സംഗീത സംവിധായകൻ മാത്രമല്ല, അത് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഗീതം സംഗീതത്തിൻ്റെ ആദരവും നമ്മൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. വിദ്യാധരൻ മാഷെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് ആഹ്ലാദത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇപ്പം എല്ലാവരുമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ഇത് സ്വാഗതം. ഇത് കഴിഞ്ഞാൽ സുകുമാരൻ്റെ വക വേറെ സ്വാഗതം. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇന്ന് അധികം പ്രസംഗം ഉണ്ടാവില്ല. എന്നോട് അത് ആദ്യമേ തന്നെ എന്നോട് വയലാർ ശരചന്ദ്രവർമ്മ പറഞ്ഞത് പ്രസംഗം നമുക്കധികം വേണ്ട പാട്ട് കേൾക്കാൻ വരുന്നതിന് മുമ്പിൽ. അതിനാണ് ഈ ഇന്നത്തെ കാലത്തെ ആളുകൾ ചോദിക്കുന്ന ഒരു സാധനം നിങ്ങൾ കൊടുക്കേണ്ടത്. അവതാരകർ ചോദിക്കില്ലേ പ്രസംഗം അധികം വേണ്ട എന്ന് പറഞ്ഞതിന് വയലാർ ശരചന്ദ്രവർമ്മയ്ക്ക് എന്താ കൊടുക്കുക? അപ്പോൾ നമ്മൾ ആ CD-യുടെ പ്രകാശനത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇതിൻ്റെ പ്രത്യേകത ഗാനരചയിതാവായ വയലാർ ശരത്ചന്ദ്രവർമ്മയും അതുപോലെ ചിറ്റൂർ ഗോപിയും വിദ്യാധരൻ മാസ്റ്ററും ചേർന്ന് ഹരിനാരായണനും ഹരിയേറ്റുമാനൂരിനുമാണ് ഈ CD കൈമാറുന്നത് പ്രകാശന കർമ്മത്തിലേക്ക്. പ്രകാശനം പാട്ട് കേൾക്കണ്ടേ? നമുക്കിതിലെ പാട്ട് ആദ്യം ഗൗരി എസ് കുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാധരൻ മാസ്റ്റർ. പാട്ടിൻ്റെ ഒരു പല്ലവി. പാടിയ ഗായിക ശശിയേട്ടൻ്റെ മകളാണ്. അടുത്ത ഗാനം ഇന്ദുലേഖ വാര്യർ പാടിയ വയലാർ ശരത് വിദ്യാധരൻ മാസ്റ്റർ ഗാനം കേൾക്കാം, കാണാം.
വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വിദ്യാധരൻ മാസ്റ്റർ പാട്ട് പാടണം എന്നുള്ളത്. അതിപ്പോൾ ശരത്ചന്ദ്രവർമ്മയുടെ ആകുമ്പോൾ കൂടുതൽ നന്നായി. വളരെ നാളുകളായി ഇനിയും കാത്തിരിക്കാം അടുത്ത പാട്ടിന്. അടുത്ത മനോഹരമായ ഗാനം പാടിയത് കൊല്ലം രാജ്മോഹൻ എന്ന വിദ്യാധരൻ മാസ്റ്റർ ശിഷ്യനാണ്. അത് ചിറ്റൂർ ഗോപിയേട്ടൻ എഴുതിയതാണ്. ചിറ്റൂർ ഗോപി എഴുതി വിദ്യാധരൻ മാസ്റ്റർ ഈണമിട്ട മൂന്നാമത്തെ, ഈ ആൽബത്തിലെ മൂന്നാമത്തെ. വലം കയ്യിലൊതുങ്ങവേ ഉയിരിൽ നീ കടന്നു വന്നു. ഒരു നുള്ളു വെണ്ണയായി വലം കയ്യിലൊതുങ്ങവേ ഉയിരിൽ നീ കടന്നു വന്നു. എന്നന്തരാത്മാവും ഗുരുപവനപ്പുരേ കളഭമായി പെയ്തു നിന്നു. കണ്ണനെ തൊഴുതു നിന്നു. ഒരു നുള്ളു വെണ്ണയായി വലം കയ്യിലൊതുങ്ങവേ ഉയിരിൽ നീ കടന്നു വന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല CD മറ്റതോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രകാശനം ഞങ്ങൾ ചെയ്തു തരാം. വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ പ്രകാശനം ചെയ്യാൻ വേണ്ടി എല്ലാവരും, പാട്ടെഴുത്തുകാർ ഇതൊക്കെ ഉണ്ടോ ഇവിടെ, വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരിനാരായണൻ, പിന്നെ നമ്മുടെ ചിറ്റൂർ ഗോപി, ഹരിയേറ്റുമാനൂർ. ഇപ്പോൾ പുതിയൊരു പാട്ടെഴുത്തുകാരൻ നമ്മുടെ കൂട്ടത്തിൽ ജനിച്ചിട്ടുണ്ട്, മധു സപ്തവർണ്ണ. ഇവിടെ ഉണ്ടോ? ഉടനെ തന്നെ അടുത്തൊരു ആൽബം ഇറങ്ങും. അത് മധു സപ്തവർണ്ണ എഴുതി കല്ലറ ഗോപന ഈണമിട്ട് P. ജയചന്ദ്രൻ ചേട്ടനും ഇന്ദുലേഖയും ചേർന്നാണ്. അതിൻ്റെ പരിപാടിക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ വന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗീതാസംഗീതം അംഗങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ എനിക്ക് എൻ്റെ പിറന്നാൾ ദിനമായി ഇന്ന് എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഗീതാസംഗീതം രക്ഷാധികാരി നമ്മുടെ സ്വന്തം ജയരാജ് വാര്യർ, അതിൻ്റെ പ്രസിഡൻറ്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രശൗധം, ട്രഷറർ മധു, കൂടാതെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ നന്ദി ആദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയായി മാറും. പിന്നെ ഈ ഒരു ഐഡിയ വിദ്യാധരൻ മാസ്റ്റർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്, നമുക്ക് നോക്കിക്കൂടെ ശശി എന്ന് പറഞ്ഞ്, എൻ്റെ സുഹൃത്താണ് വിദ്യാധരൻ മാസ്റ്റർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന 2 പേരാണ് വയലാർ ശരത്തും ഗോപി ചിറ്റൂരും. ഞാനായിട്ട് 2000 തൊട്ടുള്ള അടുപ്പമുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് അവരുടെ അടുത്ത് വന്നപ്പോൾ ഒരു മടി കൂടാതെ ഞങ്ങളുടെ തൊഴിലാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്നു. വിദ്യാധരൻ മാസ്റ്റർ വരെ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ ഈ 3 ഗാനമുണ്ടായി. നിങ്ങളെല്ലാവരും യൂട്യൂബിലൂടെ ഇത് കേട്ട് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഇപ്പോൾ വേറൊരു വഴിയില്ല, CD ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് യൂട്യൂബിലൂടെ കേട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും, ഈ ഇരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു.